BC 223. അന്ന് ഇന്ത്യ ഭരിച്ചിരുന്നത് അശോക ചക്രവർത്തിയാണ്. ലോകം മുഴുവൻ സാമ്രാജ്യം സ്ഥാപിപ്പിക്കണമെന്ന ആവേശം അശോക ചക്രവർത്തിയെ ചെന്നെത്തിപ്പിച്ചത് പല യുദ്ധങ്ങളിലേക്കായിരുന്നു. എന്നാൽ അദ്ദേഹം നേരിട്ടതിൽ ഏറ്റവും വലിയ യുദ്ധമായിരുന്നു കലിംഗ യുദ്ധം. സ്വന്തം രാജ്യം ജയിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന് ദാനമായി നൽകേണ്ടി വന്നത് സ്വന്തം പടയാളികളെയായിരുന്നു. കേവലം പ്രദേശങ്ങൾക്കു വേണ്ടി ആളുകളെ കൊന്നൊടുക്കുന്ന താൻ എന്തു വിഡ്ഢിയാണെന്ന് അദ്ദേഹം ചിന്തിച്ചു. സമാധാനത്തിനു വേണ്ടി അദ്ദേഹം ബുദ്ധനെ ശരണം പ്രാപിച്ചു. ഒരിക്കൽ കൊട്ടാര ജ്യോതിഷന്മാർ രാജ്യം അപകടാവസ്ഥയിലേക്ക് പോകും, വിദേശ ശക്തികൾ രാജ്യം പിടിച്ചെടുക്കുമെന്ന് പ്രവചിച്ചു. പ്രശ്നത്തിന് പരിഹാരം ചെയ്യേണ്ടതിന് പകരം ഇത് താൻ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അങ്ങനെയൊരു വിദേശാക്രമണം ഉണ്ടായാൽ തന്റെ രാജ്യത്തെ അതീവ നിഗൂഢമായ ശക്തികളെ അദ്ദേഹം പല ആഭരണങ്ങളിൽ ആവാഹിച്ചു. അതിനെ സംരക്ഷിപ്പിക്കാൻ വേണ്ടി ഒരു 9 അംഗ രഹസ്യ സംഘങ്ങളെ അദ്ദേഹം നിയമിച്ചു. അവർ ഇന്നും നമ്മുടെ ഇടയിൽ ഒരു നാമത്തിൽ അറിയപ്പെടുന്നു.